2025 ആഗസ്റ്റ് 8 സിറാജ് എഡിറ്റോറിയൽ. അഡ്വക്കേറ്റ് ആരതി സാട്ടയെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയാക്കാനുള്ള കൊളീജിയത്തിന്റെ ശുപാർശ വിവാദമായിരിക്കുകയാണ്. ബിജെപി വക്താവും പാർട്ടിയുടെ മുംബൈ ലീഗൽ സെൽ മേധാവിയുമായിരുന്നു ആരതി സാട്ടെ. ഭരണകക്ഷിക്കു വേണ്ടി പരസ്യമായി പ്രവർത്തിക്കുകയും അതിന്റെ നേതൃസ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്ത ഒരു വ്യക്തിയെ ജഡ്ജിയായി നിയമിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയെ ബാധിക്കുമെന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തു വരികയും ലോക്സഭയിൽ ആരതിയുടെ നിയമനത്തിനെതിരെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയുമുണ്ടായി. ജനാധിപത്യത്തിനേറ്റ കനത്ത പ്രഹരമെന്നാണ് ഈ നിയമനത്തെക്കുറിച്ച് NCP ശരത് പവാർ വിഭാഗം നേതാവ് രോഹിത് പവാർ സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചത്. രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയുടെ വിധിന്യായങ്ങളെ അയാൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പൊതുവേദിയിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്കു വേണ്ടി പ്രസംഗിക്കുകയും ബാധിക്കുകയും ചെയ്ത ഒരു വ്യക്തി ന്യായാധിപ പീഠത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നീതി ഉറപ്പാക്കുക? നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും നിലനിർത്താൻ ആരതിയുടെ നിയമനം റദ്ദാക്കണമെന്ന് രോഹിത് പവാർ ആവശ്യപ്പെടുന്നു. 2023-24 കാലയളവിലാണ് ആരതി സാട്ടെ BJPയുടെ ഔദ്യോഗിക പദവികൾ വഹിച്ചത്. അതേസമയം പാർട്ടി വക്താവ് സ്ഥാനത്ത് നിന്ന് ആരതി രാജിവെച്ചിരിക്കെ ജഡ്ജിയായി നിയമിക്കുന്നതിൽ അപാകതയില്ലെന്നാണ് BJPയുടെ വാദം. 2024 ജനുവരി 6 അന്നത്തെ മഹാരാഷ്ട്ര BJP പ്രസിഡന്റ് ചന്ദ്രശേഖർ ബവൻകുലെ, പാർട്ടി മുംബൈ പ്രസിഡന്റ് ആഷിഖ് ഷെലോറി എന്നിവർക്ക് ആരതി രാജിക്കത്ത് നൽകിയതായി BJP നേതൃത്വം പറയുന്നു. ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള കൊളീജിയം ജൂലൈ 28 ചേർന്ന യോഗമാണ് ബോംബെ ഹൈക്കോടതിയിലെ മറ്റു 2 മുതിർന്ന അഭിഭാഷകർക്കൊപ്പം ആരതിയെ ജഡ്ജിയായി ഉയർത്താൻ ശുപാർശ ചെയ്തത്. കേന്ദ്രഭരണ കക്ഷിയുടെ വക്താക്കളായി അറിയപ്പെട്ട നിയമജ്ഞരെ കൊളീജിയം ജഡ്ജിമാരായി നിയമിക്കുന്നത് ഇതാദ്യമല്ല. 2023 BJP തമിഴ്നാട് വനിതാ നേതാവും കുപ്രസിദ്ധ വിദ്വേഷ പ്രസംഗയുമായ ലക്ഷ്മണ ചന്ദ്ര വിക്ടോറിയ ഗൗരിയെ മദ്രാസ് ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി നിയമിച്ച കൊളീജിയം നടപടി വൻ വിവാദമായിരുന്നു. ഈ നിയമനത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകർ തന്നെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. എന്നാൽ ജഡ്ജി നിയമനത്തിൽ ഇടപെടാനാകില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഹർജി തള്ളുകയാണ് ഉണ്ടായത്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വിക്ടോറിയ ഗൗരിയുടെ നിയമനത്തെ ന്യായീകരിക്കുകയും ചെയ്തു. ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ന്യായീകരണം ശരിയല്ലെന്നും ഭരണകക്ഷി വിധേയത്വം ജഡ്ജിമാരുടെ നിലപാടുകളെയും വിധിന്യായങ്ങളെയും സ്വാധീനിക്കാറുണ്ടെന്നും പ്രശാന്ത് ഭൂഷണെ പോലുള്ള പ്രമുഖ നിയമജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിനും നിഷ്പക്ഷതയ്ക്കും ഇടിവ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും നീതിബോധത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനു പകരം സർക്കാരിന്റെ താൽപര്യം സംരക്ഷിക്കുന്ന നിലപാടാണ് പല ജഡ്ജിമാരിലും കണ്ടുവരുന്നതെന്ന് ജൂലൈ 21 ബംഗളൂരുവിൽ ആൾ ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ ഫോർ ജസ്റ്റിസ് AILA സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുത്ത് പ്രശാന്ത് ഭൂഷൺ വ്യക്തമാക്കി. രാജ്യദ്രോഹ കുറ്റവും UAPAയും ചുമത്തി ആക്ടിവിസ്റ്റുകളെയും സർക്കാരിന്റെ വിമർശകരെയും ഏറെ നാൾ ജയിലിൽ അടയ്ക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിലും വിവേചനപരമായ നിലപാടുകളിലും ജുഡീഷ്യറി നിഷ്പക്ഷത പുലർത്തുന്നു എന്നതൊക്കെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. 2008 മലേഗാവ് സ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള NIA കോടതി വിധി ജുഡീഷ്യറിയുടെ ഭരണകൂട വിധേയത്വമായി ആരോപിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനുമേറ്റ പ്രഹരവും നീതിയുടെ മരണവുമെന്നാണ് ഈ വിധി പ്രസ്താവത്തെ ബോംബെ ഹൈക്കോടതി മുൻ ജഡ്ജി BG കോൾസെ പാട്ടേൽ വിശേഷിപ്പിച്ചത്. ഭരണകക്ഷി താൽപര്യങ്ങളോടും ഹിന്ദുത്വ നിലപാടുകളോടും കൂറ് കാണിക്കുന്ന വിധിന്യായങ്ങൾ ജുഡീഷ്യറിയിൽ നിന്ന് വേറെയും ധാരാളം ഉണ്ടായിട്ടുണ്ട്. സിഖ് മതസ്ഥർക്ക് എയർപോർട്ടിലും മറ്റു പൊതു ഇടങ്ങളിലും അവരുടെ മതാചാരമായ കൃപാൻ അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധി വന്ന അതേ ഘട്ടത്തിൽ തന്നെയായിരുന്നു ഹിജാബ് നിരോധം ഏർപ്പെടുത്തിയ കർണാടകയിലെ BJP സർക്കാർ നടപടി ഹൈക്കോടതി ശരിവെച്ചതെന്നത് ശ്രദ്ധേയമാണ്. ന്യായാധിപന്മാരുടെ രാഷ്ട്രീയ വിധേയത്വവും ഹിന്ദുത്വയോടുള്ള ആഭിമുഖ്യവുമാണ് ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കാനാകുന്നത്. ജഡ്ജിമാരുടെ നിയമനത്തിന് കേന്ദ്രം ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ രൂപവൽക്കരിച്ചപ്പോൾ ജഡ്ജി നിയമനം സർക്കാരിനു കീഴിലുള്ള
കമ്മീഷന് വിട്ടുകൊടുക്കുന്നത് ഭരണകക്ഷിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുള്ളവരുടെ നിയമനത്തിന് ഇടവരുത്തുകയും ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയെ ബാധിക്കുകയും ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി കമ്മീഷൻ നിയമനം തള്ളിയത്. കൊളീജിയവും അതേ നിലപാടിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? ജുഡീഷ്യറിയുടെ സ്വതന്ത്ര സ്വഭാവവും തീർത്തും നീതിയിലധിഷ്ഠിതമായ നിലപാടും നിലനിൽക്കണമെങ്കിൽ ഭരണകക്ഷി വിധേയത്വമുള്ളവരെ നീതിപീഠങ്ങളിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതുണ്ട്.